ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അതെ, കണ്ണൊക്കെ ആകെ പഴുത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു മിനിറ്റ് 3:30. നമ്മൾ ഒരു മൗലൂദിന് വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നബിദിനം ആഘോഷിക്കുന്നവർക്കൊക്കെ നബിദിനാശംസകൾ, അതുപോലെ തന്നെ ഓണാശംസകൾ. ഇന്നൊരു ഈമാൻ കൂടിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് പുലർച്ചെ 3:30 വ്ളോഗ് എടുക്കുന്നത്. നമ്മളൊരു മൗലൂദിന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് 6:30 നമുക്ക് വേറൊരു മതപരമായ വേറൊരു പരിപാടിയുണ്ട്. നമ്മളതിനും പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഫ്രഷായിട്ട് വേണം പോകാൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സുബഹിസ്കരിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ വസ്ലു ബല്ലഗ മസ്ല സവാബ് മാ ഖറഅനാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഹലോ ഗൈസ്, എഗെയിൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ഇപ്പോൾ 6:45. അവിടെ നിന്നൊരു 5:45 ആകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങി. അധികം റെസ്റ്റോറൻറ്റ് നിർത്തില്ല, പോയി ഒന്ന് ഫ്രഷായി. അടുത്ത് നമ്മളത് അവിടെ ഹോർമസ് ഹോട്ടലിലേക്ക് വന്നൊക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, അടുത്ത പരിപാടി എന്നാണ് നേരിട്ട് കാണിച്ചു തരാം. എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. ഓക്കെ ഓക്കെ വാട്ടർ എവരിവെയർ, നോ ഡ്രോപ്പ് ടു ഡ്രീം. എസ്.ടി. കോൾഡിസിന്റെ മനോഹരമായ കവിതാശകലാണ്. ഹായ്. സോ ബേസിക്കലി ഇതൊരു ലീഡേഴ്സ് സമ്മിറ്റും പിന്നെ സ്നേഹ സദസ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ കുറേ വിശിഷ്ടാതികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സയ്യിദ് മുഹമ്മദ് ജഫ്രി കോയ തങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി വന്നിട്ടുണ്ട്. പിന്നെ സ്വാമി ആത്മദാസ് യമി വന്നിട്ടുണ്ട്. പിന്നെ ഫാദർ ജോർജ് വടുക്കൂട്ട് വന്നിട്ടുണ്ട്. പിന്നെ അഹമ്മദ് റഹീസ്, അങ്ങനെ വിശിഷ്ടാതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഗൾഫാർ മുഹമ്മദ് അലി, ഇവിടുത്തെ പേര് കേട്ട ഒരാളാണ് ഗൾഫാർ മുഹമ്മദ് അലി. നമ്മുടെ അബുദാബി റെയിലിൻ്റെയൊക്കെ ഒരു ഭാഗം ആളാണ് ഇവിടുത്തെ കോൺട്രാക്റ്റ് എന്നൊക്കെയാണ് കേട്ടേക്കണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശിഷ്ടാതികളും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ അതിനെപ്പറ്റി സംസാരിക്കുക. ഈ ഒരു സ്നേഹ സദസ്സിനെ KMCC ആണ് ഇത് നടത്തുന്നത് കേട്ടോ. KMCCനെ മസ്കറ്റ് KMCCയുടെ ഒരു എന്താ പറയുക ഉയർച്ചയും അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളും തന്നെ സംസാരിക്കുകയാണ് അവിടെ. അങ്ങനത്തെ ഒരു സമ്മിറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരെ ജുമുഅയാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുവിധ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ പിന്നെ ഓണാണ്. ഓണത്തിൻ്റെ പരിപാടിയൊന്നും നമ്മളിപ്പോൾ തൽക്കാലം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ സദ്യ കഴിക്കണം. ഇപ്പോൾ ഈ മൗലൂദിന് അതിനൊക്കെ പോയതുകൊണ്ട് ഡെയിലി ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, പൊറാട്ടയും ചിക്കനൊക്കെയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒഴിവാക്കി ഇന്ന് വെജ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണസദ്യ കഴിക്കാൻ പോകുന്നുണ്ട്. അല്ലാണ്ട് ഓണത്തിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസമാക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. ഗൈസ്, അങ്ങനൊരു 3/4 മണിക്കൂറിൻ്റെ റെസ്റ്റിന് ശേഷം നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വന്നേക്കാണ് ഗൈസ്. അപ്പോൾ ജുമ്മാണ്, പള്ളി പോയിട്ട് വരാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ജുമ്മൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടുത്തത് പോകാൻ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഓണസദ്യ കഴിക്കാൻ പോകാനുള്ള ഔട്ട്ഫിറ്റ്. ഒരു ഫാമിലിയാണ് നമ്മളെ ക്ഷണിച്ചേക്കണത്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കൊണ്ട് അതിനിട്ടിട്ട് പോകുന്നു. അല്ലാതെ ഓണം ആഘോഷ പരിപാടിയല്ല. ഇന്നത്തെ ദിവസം നമ്മൾ എന്താ പറയുക, ഫുൾ വേറൊരു മോഡിലായിരുന്നു ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഇതെന്തായാലും ആ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഔട്ട്ഫിറ്റ് പോണു. വേറെ പരിപാടിയൊന്നുമില്ല. പോവുക, സദ്യ കഴിക്കുക, തിരിച്ചു വരിക. ഇന്ന് ഓണാഘോഷം എന്നായിട്ടൊന്നും ഏറ്റെടുത്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും ഓരോ പരിപാടികളൊക്കെ. അപ്പോൾ
എന്തായാലും അവിടെ പോവാം. അവിടെ പോയി ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അത് കുറച്ച് എന്താ പറയുക, പേഴ്സണൽ പരിപാടി ആയതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ അധികം കവറൊന്നും ചെയ്യുന്നില്ല. പോവുക, ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക. മറ്റേത് ആക്ച്വലി ഒരു 11 മണി വരെ ഉണ്ടായിരുന്നു പരിപാടി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി 11 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങി നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് മതസൗഹാർദ്ദവും ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്ലാസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഫുഡും ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, വെറുതെ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് കളയോ റീസൺ ആക്കണ്ടല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഏകദേശം ഒരു ദിവസം. അപ്പോൾ എന്തായാലും സദ്യ കഴിച്ച് വന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നല്ല സ്വാദുള്ള സദ്യ കഴിച്ചിട്ട് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നത്തെ ഒരു ദിവസം വൈൻഡപ്പായി. ഞങ്ങൾക്ക് കുറച്ച് ഉറക്കം ബാക്കിയുണ്ട് ഇന്നലെ തൊട്ടിട്ടുള്ളത്, അതൊന്ന് ഉറങ്ങി തീർക്കണം. എന്നിട്ട് വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് പിടിക്കാമെന്ന് മാത്രം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തോടുകൂടി നമ്മളെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ച് റെസ്റ്റ് അനിവാര്യമാണ്. അപ്പോൾ സദ്യ അടിപൊളിയായിരുന്നു, നന്നായി കഴിച്ചു, നല്ല രീതിക്ക് തന്നെ സദ്യ കഴിച്ചു. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ചു പോകുന്നു. ഇത് വേണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇത് അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്ന് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, നന്നായി പ്രാർത്ഥിച്ചു, നല്ല ഫുഡ് കഴിച്ചു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അടുത്ത പുതിയ പരിപാടി പിടിച്ചിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.